ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ശരീരം നമുക്ക് ഈശ്വരൻ തന്നിരിക്കുന്നത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന സർവേശ്വരനെ അറിയാൻ വേണ്ടിയാണ്. അതറിയാൻ നാം ഈ ശരീരം ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ക്ലാവിച്ച് പ്രഭയൊക്കെ മങ്ങി നശിച്ചു പോകുന്നു. അതിന് കാരണം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മളാണ് ഈ ശരീരം വേണ്ട മാതിരി ഉപയോഗിക്കാത്തത്. അത് ഏറ്റവും വലിയ അപരാധമായിട്ട് ഒരു കവി പറയുകയാണ്. അപരാധമെൻ്റേതു മാത്രം നീ തന്നതൈ അനുയോജ്യ ജീവിതപാത്രം ക്ലാവിച്ചു പ്രഭമാഞ്ഞു പോയെങ്കിൽ അതിനുള്ളൊരപരാധമെൻ്റേതു മാത്രം. ഈ ശരീരം ക്ലാവിച്ച് പ്രഭ മാങ്ങി പ്രഭയൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് ഒരു പാത്രം ക്ലാവിച്ചു പോകുന്നത്. അതുപോലെ ശരീരം വേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പ്രഭയൊക്കെ മങ്ങിപ്പോകും. ഇതിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരസത്തയെ നാം വേണ്ടതുപോലെ ഉണർത്തിയില്ലെങ്കിൽ ആ പ്രഭ മങ്ങി 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 വരുന്നതാണ്. അതിനാരാ ഉത്തരവാദി? ഈ ശരീരമാകുന്ന ഉപാധി ജഗദീശ്വരൻ തന്നു. എന്നിട്ടത് വേണ്ടമാതിരി ഉപയോഗിക്കാതെ അത് ജീർണിച്ചു കളയുന്ന അപരാധം എൻ്റേത് മാത്രമാണ്. അത് വേറെ ആരും അതിന് ഉത്തരവാദിയല്ല. നാം ഓരോരുത്തരും ഈ ശരീരത്തെ കിട്ടിയത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി ദേഹത്തെ ഉപയോഗിക്കേണ്ടതാണ്. ദേഹം എന്തിനു വേണ്ടിയാ? ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. സാക്ഷാലായിരിക്കുന്നത് ആ പരമാത്മാവാണ്. അതുമായി ചേരലാണ് നമ്മുടെ ജന്മോദ്ദേശം. അതിൻ്റെ മഹിമ അറിഞ്ഞ് ആനന്ദിച്ച് ജീവിക്കാനാണ് ഇവിടെ ഈ ദേഹം തന്നിരിക്കുന്നത്. ദേഹമില്ലെങ്കിൽ അതറിയാൻ നമുക്ക് സാധിക്കുകയില്ല. എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ ശക്തിയെ അറിയാൻ ഒരു ഉപകരണം കൂടിയേ കഴിയൂ. വൈദ്യുതി ലൈനിലുണ്ട്, നമ്മുടെ വീട് മുഴുവൻ വയറിൽ നിറഞ്ഞിരിക്കുന്നു. പക്ഷേ നമ്മുടെ ബൾബ് കേടായിപ്പോയാൽ നമുക്ക് പ്രകാശം ലഭിക്കുകയില്ലല്ലോ. വൈദ്യുതി ഉണ്ടായാലും ഒരു ഉപകാരവുമില്ല. അതിൻ്റെ ഉപകരണങ്ങൾ കൂടിയേ കഴിയൂ. ബൾബ് വെച്ചാൽ മാത്രമേ വൈദ്യുതിക്ക് പ്രകാശമായി വരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെയാണ് ആ ബൾബിൻ്റെ സ്ഥാനമാണ് നമ്മുടെ ഈ ശരീരത്തിന്. ആ പരമാത്മാവിന് ഈ ശരീരത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ അറ്റകുറ്റങ്ങളില്ലാത്ത നല്ല ഒരു ശരീരം വേണം. ശരീരം ജീർണിച്ചതും ശരീരം തുരുമ്പിച്ചതും ക്ലാവിച്ചതുമാണെങ്കിൽ അതിൽ ആ പരമാർത്ഥമായ സത്യത്തെ അറിയാൻ സാധിക്കുകയില്ല. അത് ക്ലാവിച്ച് പ്രഭമാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി ഞാൻ തന്നെയാണ്. അതിനാൽ ആ തെറ്റ് വരാത്ത വിധത്തിൽ നാം ആ പരമസത്യത്തെ അറിയാനായിക്കൊണ്ടായിരിക്കണം ഈ ദേഹത്തെ ഉപയോഗിക്കേണ്ടത്. അപരാധമെൻ്റേതു മാത്രം നീ തന്നത് അനുയോജ്യ ജീവിതപാത്രം ക്ലാവിച്ചു പ്രഭമാഞ്ഞു പോയെങ്കിൽ അതിനുള്ളൊരപരാധമെൻ്റേതു മാത്രം.